ഇന്ന് ചെയ്യാൻ പോകുന്നത് ഐഫോൺ 12 പ്രോയുടെ ബാറ്ററി റീപ്ലേസ്മെൻ്റ് ആണ്. സെറ്റിങ്സിൽ ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യുമ്പോൾ 78 ആണ് കാണിക്കുന്നത്. കസ്റ്റമർക്ക് ബാക്കപ്പ് നല്ല രീതിയിൽ കുറവായതുകൊണ്ടാണ് ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്. ചിലർക്കൊരു 75 വരെയൊക്കെ നല്ല ബാക്കപ്പ് കിട്ടാറുണ്ട്. അപ്പം ബാക്കപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്യാനായിട്ട് ഡിവൈസിനെ സേഫായിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പണിംഗ് ടൂളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഡിസ്പ്ലേ സേഫായിട്ട് ഓപ്പൺ ചെയ്യുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഡിസ്പ്ലേ ഓപ്പണായി വന്നതിന് ശേഷം സ്ക്രൂവും ഷീൽഡും ഒക്കെ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ സേഫായിട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് ബാറ്ററി സേഫായിട്ട് റിമൂവ് ചെയ്തെടുക്കാം. ബാറ്ററി ഗമ്മ് വരുന്നുണ്ട്, അത് മാക്സിമം ട്വീസറും കൊണ്ട് എടുക്കാൻ നോക്കുക. ഇൻ കേസ് വന്നില്ലെന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. ബാറ്ററി റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ മാറാൻ പോകുന്ന ബാറ്ററി ഡിവൈസിലേക്ക് വെച്ച് ഒന്ന് ഓണാക്കി ചെക്ക് ചെയ്ത് നോക്കണം. പുതിയ ബാറ്ററി നമ്മൾ ഡിവൈസിൽ വെച്ച് ഓണാക്കുമ്പോൾ സെറ്റിങ്സിൽ ഇമ്പോർട്ടൻറ്റ് ബാറ്ററി മെസ്സേജ് എന്നുള്ളൊരു പോപ്പ് വരും. അതുപോലെ തന്നെ ബാറ്ററി ഹെൽത്ത് കാണിക്കില്ല, അൺനോൺ പാർട്ട് എന്നായിരിക്കും കാണിക്കുന്നത്. ഹെൽത്തിന് അവിടെ ജസ്റ്റ് ഒരു വര മാത്രമേ കാണുള്ളൂ. നമുക്കപ്പം ഇത് റിപ്പയർ ചെയ്യാനാണ് പോകുന്നത്. അതിനായിട്ട് നമുക്ക് BMS ബോർഡ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. BMS ബോർഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനായിട്ട് ബാറ്ററി രണ്ടും റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം JCIDയുടെ സ്ട്രിപ്പ് വരുന്നുണ്ട് BMS ബോർഡ് പ്രോഗ്രാം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ V1SC എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിച്ചാണ് നമ്മൾ BMS ബോർഡ് JCIDയുടെ സ്ട്രിപ്പ് യൂസ് ചെയ്ത് പ്രോഗ്രാം ചെയ്തിടാനാണ് പോകുന്നത്. അതിനുശേഷം നമുക്ക് മാറാൻ പോകുന്ന ബാറ്ററിയിലേക്ക് BMS ബോർഡ് ട്രാൻസ്ഫർ ചെയ്യണം. അതിനായിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് BMS ബോർഡിനെ ഫസ്റ്റ് എടുക്കാം. രണ്ട് ബാറ്ററിയുടെ BMS ബോർഡ് റിമൂവ് ചെയ്തതിന് ശേഷം ഡിവൈസിൻ്റെ BMS ബോർഡ് നമുക്ക് മാറാൻ പോകുന്ന ബാറ്ററിയിലേക്ക് സേഫായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ലോ ടെമ്പറേച്ചറിൽ നമ്മൾ സോൾഡർ ചെയ്തതിന് ശേഷം പ്രൊട്ടക്ഷൻ ടേപ്പ് യൂസ് ചെയ്ത് ബാറ്ററിയെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡിവൈസിലേക്ക് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഡിവൈസിൽ ബാറ്ററി വെച്ചതിന് ശേഷം ഡിസ്പ്ലേയും കണക്ട് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കണം. ചാർജ് കുത്തി ബാറ്ററി ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് നോക്കാം. ഡിസ്പ്ലേ ഷീൽഡ് അതുപോലെ തന്നെ ഇയർ സ്പീക്കർ സ്ട്രിപ്പിൻ്റെ ഷീൽഡ് എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം ഡിവൈസ് കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സെറ്റിങ്സിൽ കയറി നോക്കുമ്പോൾ നമുക്ക് ഹെൽത്ത് 100 ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.